വളരെ വിശദമായിട്ട് ഒരു പോഡ്കാസ്റ്റ് തന്നെ എടുക്കാം എന്ന് വിചാരിച്ചിരുന്നൊരു വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചുരുക്കി പറയുന്നത്. അത് നമ്മുടെ E20 പെട്രോളിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ E20 പെട്രോൾ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ്, E20 പെട്രോൾ എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുള്ളായി അതിഗംഭീരമായി ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെട്ട ഒരു പദ്ധതിയാണ്. കാരണം ആ പദ്ധതി അങ്ങനെയാണെന്ന് പറയാൻ കാര്യം, സാധാരണ നമ്മളിവിടെ 2030 ഒരു പദ്ധതി നടപ്പിലാക്കണമെന്ന് തീരുമാനിച്ചാൽ യഥാർത്ഥത്തിൽ അത് നടപ്പിലാക്കുമ്പോഴേക്കും മിക്കവാറും 2040 2050 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് നമ്മുടെ രീതികൾ. പക്ഷേ ഇവിടെയുള്ള രീതി നിങ്ങളോട് പറയട്ടെ, യഥാർത്ഥത്തിൽ 2030 നമ്മൾ 20% എഥനോൾ കൂടിച്ചേർന്ന പെട്രോൾ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ നമ്മുടെ BJP ഗവൺമെൻറ്, അതുപോലെ തന്നെ മോദി ഗവൺമെൻറ് അല്ലെങ്കിൽ നിതിൻ ഗഡ്കരിയുടെ മന്ത്രാലയം അത് ഗംഭീരമായി നടപ്പിലാക്കുകയും അദ്ദേഹത്തിൻ്റെയൊക്കെ താല്പര്യപ്രകാരം, മന്ത്രാലയം അദ്ദേഹത്തിൻ്റേതാണോ അല്ലേ എന്നുള്ളതൊക്കെ ഡിബേറ്റബിളാണ്, അതവിടെ നിൽക്കട്ടെ. എന്താണെങ്കിലും അദ്ദേഹം വളരെ ഗംഭീരമായി നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും അത് 20%-ലേക്ക് 2025 തന്നെ എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് പറഞ്ഞാൽ 5 കൊല്ലം മുമ്പ് തന്നെ ഇത് പ്രീപോൺ ചെയ്തു ടാർഗറ്റ് എന്നുള്ളതാണ്. അങ്ങനെ 5 കൊല്ലം കൊണ്ട് എത്തിച്ചു. യഥാർത്ഥത്തിൽ ഇത് തുടങ്ങുന്നത്, ഈ എഥനോൾ മിക്സ് ചെയ്യാൻ തുടങ്ങുന്നത് ജനുവരി 2003 മുതലാണ്. ഈ 2003 ഏതാണ്ട് 1% അല്ലെങ്കിൽ അതിൽ താഴേക്ക് മാത്രം എഥനോളാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് വളരെ കൂടി പതുക്കെ കൊണ്ടുവന്നു. പക്ഷേ 2014 വരെ തന്നെ ഒരു 2-3% താഴെ മാത്രമേ എഥനോൾ മിക്സ് ചെയ്തിരുന്നുള്ളൂ. പക്ഷേ 2014 എത്തുമ്പോഴേക്കും 10-ഉം, 2018 എത്തുമ്പോൾ ഒരു 19-ഉം, 2025 എത്തുമ്പോൾ അത് 20-ഉം ഒക്കെ ആയിട്ട് ശതമാനമായിട്ട് എന്ത് ചെയ്തു, അതിവേഗം വളർന്നു എന്നുള്ളത് പ്രിയപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം. ഇത് ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും തന്നെ ഇത്തരത്തിൽ എഥനോൾ കലർന്ന പെട്രോൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്നുള്ളതിലേക്ക് വരാം. ഇതിൻ്റെ ലാഭം ആർക്കാണ്, എന്തുകൊണ്ടായിരുന്നു ഇത് 2025-ലേക്ക് പ്രീപോൺ ചെയ്യപ്പെടുകയും ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യപ്പെടുകയും അപ്പം കിട്ടിയിട്ടുള്ള കോടികൾ ആരുടെയൊക്കെ കയ്യിലേക്കാണ് കിട്ടിയത് എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ വിശദമായി നിങ്ങളോട് പറയാം. മറ്റ് ലോകരാജ്യങ്ങളിലൊക്കെ തന്നെ ഇത് നടപ്പിലാക്കിയിരുന്നു. ഇപ്പോൾ ബ്രസീലിലൊക്കെ തന്നെ 27% എഥനോളുണ്ട്. ഈ എഥനോൾ എന്ന് പറയുന്നത് മീഥൈൽ ആൽക്കഹോളാണ്. അതായത് നമ്മൾ മദ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന സ്പിരിറ്റ് തന്നെയാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഉപയോഗിക്കുമ്പോൾ ഇതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അതൊരു പൊല്യൂഷൻ ചെറിയ തോതിൽ കുറക്കുന്നു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. കൂടാതെ നമ്മുടെ പെട്രോളിൻ്റെ മൈലേജും ഒക്കെ കുറക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരു 5 മുതൽ 7% വരെയുള്ള മൈലേജുകൾ കുറക്കുമെന്നുള്ളത് ഇപ്പം ഗവൺമെൻറ്റൊക്കെ തന്നെ ഏതാണ്ട് ഭാഗികമായി സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ വളരെ കൃത്യമായി ഇത് കുറക്കുന്നു. പക്ഷേ മറ്റു രാജ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 27% എത്തിയിട്ടുള്ള ബ്രസീലടക്കം നിരവധി രാജ്യങ്ങളിൽ ഇത് എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് രാജ്യങ്ങൾ, ഒരു 20-25 രാജ്യങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ പെട്രോളിൽ എഥനോൾ കലർത്താത്തുള്ളൂ. അങ്ങനെ കലർത്താത്തതിൻ്റെ കാര്യം അവരുടെയൊക്കെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ ഈ പറയുന്ന വലിയ ഇന്ധനമുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇന്ത്യയിലല്ല, ബ്രസീലിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് അവർ 1970-കൾ മുതൽ തുടങ്ങിയതാണ്, 77 മുതൽ തുടങ്ങിയതാണ്. എന്നിട്ട് ഏതാണ്ട് 50 കൊല്ലം കൊണ്ടാണ് E27 പെട്രോളിലേക്കൊക്കെ തന്നെ എത്തിയത്. പക്ഷെ നമ്മൾ അതിവേഗം എത്തിച്ചേർന്നതിൻ്റെ കാര്യം, ഈ E20 പെട്രോളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള എൻജിനും അതുപോലെ തന്നെ മറ്റ് കാർബറേറ്ററും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ തന്നെ ഉപയോഗിക്കണം. പക്ഷേ നമ്മളിവിടെ 2023 വരെ ഉപയോഗിച്ചിരുന്ന വണ്ടികളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ E10 വെഹിക്കിളുകളായിരുന്നു 2008 മുതൽ 2022 വരെയൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത്തരം വെഹിക്കിളുകൾ യഥാർത്ഥത്തിൽ ഇല്ല. അങ്ങനെ യഥാർത്ഥത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഉപയോഗിച്ചാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, പഴയ വണ്ടികൾക്കെല്ലാം വലിയ ഡാമേജ് ഉണ്ടാവും, വലിയ തോതിലുള്ള അവരുടെ മൈലേജിൽ വലിയ കുറവ് വരും എന്നുള്ളതാണ്. അങ്ങനെ കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 20 കിട്ടുന്ന വണ്ടികൾക്ക് പലപ്പോഴും 10, 11, 12 ഒക്കെ ആയാലും വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ പല ലോക്കൽ ആളുകളോടൊക്കെ ചോദിച്ചാൽ കാർബറേറ്റർ അടക്കമുള്ള സാധനങ്ങൾക്കൊക്കെ തന്നെ വലിയ ഡാമേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കോമ്പാറ്റബിൾ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, മാരുതി സുസുക്കിയുടെയൊക്കെ കിറ്റ്, കോമ്പാറ്റബിൾ കിറ്റിന് ഏതാണ്ട് 35,000 രൂപ വില വരും. അപ്പോൾ അത്തരത്തിൽ വലിയ വില കൊടുത്തുകൊണ്ട് മാത്രമേ പഴയ വണ്ടികൾക്ക് ഇത്തരത്തിൽ കിറ്റുകൾ മാറ്റി വെക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്.
പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ റിനോൾട്ടിൻ്റെ ആയാലും അതുപോലെ തന്നെ ഈ പറയുന്ന ഹുണ്ടായുടെ ആണെങ്കിലും ഇത്തരത്തിലുള്ള നിരവധി കമ്പനികളുടെ ആണെങ്കിലും ഈ എത്തനോൾ പെട്രോൾ അത് E10 മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ, ഞങ്ങൾക്ക് E20 ഇത് കോമ്പാറ്റബിൾ അല്ല എന്നൊക്കെ ഉള്ളത് പലപ്പോഴും അവരുടെ വലിയ ബ്രോഷറുകളിലും രേഖകളിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം തൽക്കാലത്തേക്ക് അവരത് നീക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ടൊയോട്ടയുടെ അർബൻ ക്രൂയിസർ എടുത്താൽ തന്നെ E20 ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വാറൻറ്റി കിട്ടില്ല എന്നുള്ളതൊക്കെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അങ്ങേയറ്റം വലിയ രൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്നുള്ളത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. പതുക്കെ ഇത് ഉയർത്തേണ്ടതിന് പകരം ഇത് അതിവേഗത്തിൽ ഈ പറയുന്ന കോമ്പാറ്റബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ ഇല്ലാത്തപ്പോൾ പോലും എന്തുകൊണ്ട് ഉയർത്തി എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് തന്നെ തുടങ്ങിയതാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതായത് ആ യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ ഇറക്കുമതി കുറക്കാനും നമ്മുടെ ഇവിടെ നിലവിലുള്ള എഥനോൾ ഇതിനകത്ത് കലർത്തി ഉപയോഗിക്കാനും സാധിക്കുന്നു. ഈ എഥനോൾ എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കാര്യമെന്ന് പറയുന്നത് ഇത് ഷുഗർ മില്ലുകളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇത് ഏറ്റവും കൂടുതലായിട്ട് ഷുഗർ കെയിനിൽ നിന്നും അതുപോലെ ചോളത്തിൽ നിന്നും അതുപോലെ റൈസിൽ നിന്നുമൊക്കെയാണ് ഇത്തരത്തിൽ എഥനോൾ എടുക്കാൻ കഴിയും. അതിൽ തന്നെ ഏറ്റവും നല്ലത് ഷുഗർ കെയിനിൽ നിന്നുള്ളതാണ്. കാരണം അത് ഹയസ്റ്റ് ഈൽഡ് തരുന്നൊരു വിളയാണ്. അപ്പോൾ അതിൽ നിന്ന് ഇത് എടുക്കാൻ കഴിയും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇവിടെ നമ്മുടെ ഇവിടെയുള്ള വാഹനങ്ങളുടെ നമ്പർ തന്നെ വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വാഹനങ്ങളുടെ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്ട് 24 കോടിയോളം വരുന്ന ബൈക്കുകളുണ്ട്. കൂടാതെ കാറുകൾ എന്ന് പറയുന്നത് 2,88,00,000 വരുന്ന കാറുകളുണ്ട്. അപ്പോൾ ആ കാറുകളിലൊക്കെ അടിക്കുന്ന ഇന്ധനം എത്ര ഉണ്ടാകും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അത് ഇതിൻ്റെ ഏതാണ്ട് 3/4 പങ്കും തന്നെ, അതായത് ബൈക്കൊക്കെ തന്നെ എല്ലാം തന്നെ പെട്രോളിലാണ്, ബാക്കി കാറുമൊക്കെ തന്നെ പെട്രോളിലാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഓരോ ദിവസവും ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് എന്നുള്ളതാണ്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ എന്ന് പറയുന്ന PIB എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള സ്ഥാപനത്തിൽ തന്നെ ഇത് 3 മുതൽ 5% വരെ മൈലേജ് കുറക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു 8-10% അല്ല, ശരിക്കും പറഞ്ഞാൽ 25-30% മൈലേജ് കുറക്കും എന്നുള്ളത് വേണം കണക്കുകൂട്ടാൻ. ഇനി ഏറ്റവും ഒടുവിൽ റായ്പൂർ ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഫോറത്തിൽ ഡോക്ടർ പ്രേംരാജ് എന്ന് പറയുന്ന ആൾ ഒരു പരാതി കൊടുക്കുകയും അവിടെ E20 പെട്രോൾ ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്ന മോഡലിൽ E20 പെട്രോൾ ഉപയോഗിച്ചുകൊണ്ട് കംപ്ലൈൻറ്റ് വന്നു എന്ന് പറയുകയും 20 ലക്ഷം രൂപയോ അല്ലെങ്കിൽ പുതിയ കാറോ 45 ദിവസത്തിനകം മാറ്റിക്കൊടുക്കണമെന്ന് പറഞ്ഞ് കൃത്യമായിട്ടുള്ള ഓർഡറുകൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ പുതിയ കമ്പനികളൊക്കെ തന്നെ അവരുടെ സർവീസുകളെക്കുറിച്ച് പറയുന്നത്, ഓരോ ഹുണ്ടായി അടക്കം അതുപോലെ ടാറ്റ അടക്കം എല്ലാ കമ്പനികളും പറയുന്നത് ഈ സർവീസിനൊന്നും എത്തിയിട്ട് യാതൊരു കുഴപ്പവും ഈ വണ്ടികൾക്കില്ല, യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആദ്യത്തെ കുറച്ച് സർവീസുകൾ മാത്രമേ അവിടെ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തേത് അവർ കള്ളം പറയുന്നുണ്ടാവും എന്നുള്ളത് കൂടിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സർവീസാണ് ഇവരുടെയൊക്കെ ഏറ്റവും വലിയ മണി റീപ്പിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പണം കിട്ടുന്നത് അതുവഴിയാണ്. കാറുകൾ വിൽക്കുമ്പോൾ കിട്ടുന്നത് വളരെ ചെറിയ ലാഭമാണ്. ആ സർവീസുകളിലൂടെ കോടികൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ്. കൂടാതെ ഈ എഥനോൾ മിക്സ് ചെയ്ത പെട്രോളിലേക്ക് നമ്മളിപ്പോൾ വെള്ളം ചേർന്നിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യും എന്നുള്ള വലിയ പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് മഴക്കാലത്ത് ഇതൊക്കെ കൊണ്ടു നടക്കുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമാണ്. ഇനി ഇതിൽ നിന്ന് ലാഭമുണ്ടാക്കുന്നത് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് വിശദമായി പരിശോധിച്ചാലാണ് ഇതെന്തുകൊണ്ടാണ് ഇത്രത്തോളം താല്പര്യത്തോടുകൂടി നടപ്പാക്കപ്പെട്ടത് എന്നുള്ളതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം നമുക്ക് തെളിയുള്ളൂ. ഇതിൽ ഗവൺമെൻറ് പറയുന്നത് ഇത് ലാഭം മുഴുവൻ യഥാർത്ഥത്തിൽ കർഷകർക്കാണ് എന്നുള്ളതാണ് പറയുന്നത്. അവർ പറയുന്നത് ഇപ്പം 193 ലക്ഷം ടൺ ക്രൂഡ് ഓയിലിൻ്റെ കുറവ് നമുക്കുണ്ടാവും. അതുപോലെ കർഷകർക്ക് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എഥനോൾ വിൽക്കുന്നതിൻ്റെ പണം നമ്മൾ അത്രയും ക്രൂഡ് ഓയിൽ കുറച്ചിറക്കുമ്പോൾ ആ പണം യഥാർത്ഥത്തിൽ ഇപ്പോൾ കർഷകർക്ക് കൊടുക്കുകയാണ്. 1.18 lakh crores കർഷകർക്ക് കൊടുക്കുകയാണ്. വലിയ ബെനിഫിറ്റാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം കൂടിയുള്ളത്, നിതിൻ ഗഡ്കരി നമ്മളോട് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് പെട്രോൾ 55 രൂപക്ക് കിട്ടും എന്നാണ് 2018 പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് എഥനോൾ മിക്സ് ചെയ്യുമ്പോൾ പെട്രോൾ 55 രൂപക്ക് കിട്ടുമെന്നാണ്. പിന്നീട് അദ്ദേഹം കുറച്ചും കൂടി കൂടുതൽ പറഞ്ഞു. 2023 അദ്ദേഹം പറഞ്ഞത് പെട്രോൾ 15 രൂപക്ക് കിട്ടും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണെങ്കിലും പെട്രോൾ 15 രൂപക്ക് കിട്ടുന്നില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടറിയാം. നീതി ആയോഗൊക്കെ തന്നെ പറയുന്നത് ഇത് കുറഞ്ഞ വിലക്ക് വിൽക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഗവൺമെൻറ് കേൾക്കുന്നില്ല. പകരം അപ്പോൾ ഇതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല. വലിയ ലാഭം ഉണ്ടാകുന്നത് ഷുഗർ കെയിൻ ഫാക്ടറികളും എഥനോൾ പ്ലാന്റുകൾ തുടങ്ങിയിട്ടുള്ള കമ്പനികളുമാണ് എന്നുള്ളത് നിങ്ങളറിയണം. അത് ഏതാണ്ട് ഒരു 1000-ൽ താഴെ വരുന്ന കമ്പനികൾ ഇന്ത്യയിലുണ്ട്. അവർക്കിതിൽ വലിയ ലാഭമുണ്ട്.
ആ ലാഭമുള്ള കമ്പനികളൊക്കെ കൂടി എഥനോൾ മിക്സ് ചെയ്യാനുള്ള ലോബിയിങ് തുടങ്ങിയത് ഇപ്പോഴൊന്നുമല്ല. 2014 നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ വലിയ ലോബിയിങ് അവർ നടത്തിയിരുന്നു. ആ ലോബിയിങ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അവർ പലപ്പോഴും അവരുടെ വലിയ യോഗങ്ങൾ കൂടുകയും ആ യോഗങ്ങളുടെ ചീഫ് പേട്ടറായിരുന്ന ഒരാളുടെ പേരെന്ന് പറയുന്നത് നിതിൻ ഗഡ്കരി എന്നുള്ളതുമാണെന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർത്തു വെക്കണം. എന്ന് പറഞ്ഞാൽ അദ്ദേഹം മന്ത്രിയായതിന് ശേഷമല്ല ഇത്തരത്തിലുള്ള പണികൾ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതിൽ ഇദ്ദേഹത്തിൻ്റെ താല്പര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ നേരെ കുടുംബപരമായി തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട്. അതിൻ്റെ പേര് പൂർത്തി ഗ്രൂപ്പ് എന്നാണ്. ആ പൂർത്തി ഗ്രൂപ്പിന് 2 കമ്പനികൾ കൂടിയുണ്ട്. അതിലൊന്ന് മാനസ് അഗ്രോ ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ സാരംഗ് നിതിൻ ഗഡ്കരിയാണ് അത് നയിക്കുന്നത്. കൂടാതെ മറ്റൊന്ന് സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നുണ്ട്. അത് നിഖിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകനാണ് അത് നയിക്കുന്നത്. ഈ 2 കമ്പനികൾ കൂടിയിട്ട്, അതായത് മാനസ് എന്ന് പറയുന്ന ഒരൊറ്റ കമ്പനി മാത്രം 2 കോടി ലിറ്റർ എഥനോളാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾ വിചാരിക്കരുത് വലിയ ഭാഗം ഇവരുടേതാണെന്നല്ല. 1500 കോടി ലിറ്ററാണ് ആവശ്യമുള്ളത്. അതിൽ 2 കോടി അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി 2024 ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള രാംചരൺ ഗ്രൂപ്പുമായിട്ട് എഥനോൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയാണ്. ഈ കമ്പനിയുടെയൊക്കെ വളർച്ചകൾ കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ 5 കൊല്ലങ്ങൾ കൊണ്ട് ഇവരുടെ കമ്പനികൾ 37.55% ഗ്രോത്താണ് നമ്മുടെ മാനസ് എന്ന് പറയുന്ന സാരംഗിൻ്റെയൊക്കെ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം ആവറേജ് ഇൻഡസ്ട്രി ഗ്രോത്ത് എന്ന് പറയുന്നത് കേവലം 7%. അതായത് ഇൻഡസ്ട്രിയിൽ 7% ഗ്രോത്ത് ഉള്ളപ്പോഴും ഇവരുടെ കമ്പനികൾക്ക് 37, അതായത് അതിൻ്റെ 5% ഗ്രോത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. കൂടാതെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 62.43%. അതായത് ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും നെറ്റ് ഇൻകം 14% മാത്രം കിട്ടുമ്പോൾ ഇവരുടെ കമ്പനികൾക്ക് 62.43% കൂടി കിട്ടുന്നു. എന്ന് പറഞ്ഞാൽ ഇവർ പലപ്പോഴും ഇവരുടെ കമ്പനികളിൽ നിന്നുള്ള പ്രൊഡക്റ്റുകളുടെ ലാഭം മാത്രമല്ല മറ്റ് കമ്പനികളിലെയും സ്വാധീനിക്കാനും അതുവഴി അവരുമായിട്ടുള്ള സെയിൽസിൽ കൂടി ഇവർ ഇടപെടുന്നുണ്ടോ എന്ന് പറയുന്ന സംശയം കൂടിയുണ്ട്. എന്താണെങ്കിലും ഞാൻ നിതിൻ ഗഡ്കരിയെ കുറ്റം പറയില്ല. കാരണം അദ്ദേഹം നല്ലൊരു പിതാവാണ്. സ്വന്തം മക്കളുടെ ബിസിനസ് വളർച്ചയ്ക്ക് അദ്ദേഹം സഹായിക്കുന്നു എന്നുള്ളത് മാത്രം നമ്മൾ കണക്കിലെടുത്താൽ മതി. അതിലിപ്പോൾ വലിയ തെറ്റൊന്നുമില്ല. പിന്നെ പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും വണ്ടിയൊക്കെ കേടാകുമായിരിക്കും. ആ കേടായിട്ടുണ്ടെങ്കിൽ അതൊന്നും വലിയ പ്രശ്നമായിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇത്തരത്തിൽ എന്താണെങ്കിലും നമ്മുടെ പാവൻ നിതിൻ ഗഡ്കരിയുടെ മക്കളൊക്കെ രക്ഷപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളത് മാത്രമേ നമ്മൾ ആലോചിക്കേണ്ടതുള്ളൂ. ഞാൻ ഈ നിതിൻ ഗഡ്കരിയെക്കുറിച്ച് നാരദ ന്യൂസിലൊക്കെ ഉണ്ടായപ്പോൾ 2 പ്രൊഫൈൽ വീഡിയോകളൊക്കെ ചെയ്തിരുന്നു. എനിക്ക് അദ്ദേഹത്തോട് വലിയ ആദരവ് തോന്നിയിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലൊക്കെ പഠിച്ചപ്പോൾ. കാരണം അദ്ദേഹം മഹാരാഷ്ട്രയിൽ തന്നെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിരുന്നു. അന്ന് അപഘാത നിവാരണ സമിതി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സ്പോട്ടുകൾ നിവാരണ സമിതിയുടെ അധ്യക്ഷനായ അദ്ദേഹം ഇരിക്കുകയും അദ്ദേഹം അതിഗംഭീരമായി നടപ്പിലാക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ത്യയിലൊക്കെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി അദ്ദേഹം വലിയ സംഭാവന കൊടുത്തിരുന്നു. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ഒരു മന്ത്രി സാധാരണ വന്നിരിക്കുമ്പോൾ നിരവധി പേപ്പറുകളും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെയൊക്കെ പിൻബലം ഉണ്ടാവും. ഇതൊന്നും ആവശ്യമില്ല അദ്ദേഹത്തിന്. അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ഒരാളാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, 3 കൊല്ലം മുമ്പ് ചെയ്ത വീഡിയോ ആണ്, അന്ന് കണ്ടതാണെങ്കിൽ പോലും ഞാൻ ഓർക്കുന്നൊരു കാര്യം, അദ്ദേഹം ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിനൊക്കെ വന്നിരിക്കുമ്പോൾ അദ്ദേഹം 3 മണിക്കൂർ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറുള്ള ഒരാളാണ്, ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെ കുറിച്ച്. അങ്ങനെ അദ്ദേഹം പല PR തള്ളുകളുമൊക്കെ അന്ന് നടത്തിയിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് 2024 എത്തുമ്പോൾ ഇന്ത്യയുടെ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് US കിടപിടിക്കുന്നതാകുമെന്നാണ്. പക്ഷേ ഇതൊക്കെ അന്ന് വിശ്വസിച്ച് ഞാനിടക്കുള്ള ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീടാണ് നമ്മൾ കാണുന്നത് അമൃത്സറിൽ ഉള്ള ജാംനഗർ ഹൈവേ അത് തകർന്നു വീഴുന്നത് നമ്മൾ കണ്ടു. തെലങ്കാനയിലെ NH-44 തകർന്നു വീഴുന്നത് കണ്ടു. ഇങ്ങനെ നിരവധി ഹൈവേകൾ തകർന്നു വീഴുന്നത് നമ്മൾ കണ്ടു. അപ്പോഴാണ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു മിടുക്കിനെ കുറിച്ച് ചെറിയ സംശയം തോന്നിയത്. പിന്നെ അദ്ദേഹം ഒറ്റക്കാണ് എന്നുള്ളത് പ്രിയപ്പെട്ട ആരും വിചാരിക്കേണ്ട. കാരണം മറ്റു പല, ഇപ്പോൾ അരുൺ ജെയ്റ്റ്ലിയുടെ മകനും അതുപോലെ അമിത്ഷായുടെ മകനും രാജ്നാഥ് സിംഗിൻ്റെ മകനും ഒക്കെ തന്നെ ഇതുപോലെയുള്ള പല പോസ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരത്തിൽ വലിയ തോതിലുള്ള നേട്ടം പ്രിയപ്പെട്ട നിതിൻ ഗഡ്കരിക്കും അവരുടെ മക്കൾക്കുമൊക്കെ ഉണ്ടായിരിക്കുന്നു. പാവപ്പെട്ടവൻ്റെ വണ്ടികളൊക്കെ ചിലപ്പോൾ കേടാകുമായിരിക്കും, ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ജോസഫൈൻ ചേച്ചി, അദ്ദേഹം എനിക്ക് വളരെ പേഴ്സണലി വ്യക്തിപരമായി അറിയാവുന്ന ഒരാളാണ്. നമ്മുടെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്നു, CPM-ൻ്റെ നേതാവായിരുന്നു. അവർക്ക് വലിയ അവമതിപ്പുണ്ടാക്കിയ ഒരു വാചകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒരു സ്ത്രീ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾ പരാതിയൊന്നും കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എനിക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും കാറുള്ളവരോടും ബൈക്കുള്ളവരോടും അതിൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമാണ്,
നമ്മളൊക്കെ കൂടി വോട്ട് കൂട്ടിയതല്ലേ, ഇന്ത്യക്കാരോട് മുഴുവൻ പറയാനുള്ള ഒരു കാര്യമാണ്, അനുഭവിച്ചോ, വേറെ ഒന്നും ചെയ്യാനില്ല.